ലോകരക്ഷകനായ ഈശോയുടെ ജന്മദിനമാണല്ലോ ക്രിസ്മസ്. ലോകമെങ്ങും വളരെയേറെ ആഹ്ലാദത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു പുണ്യദിനമാണ്. ക്രിസ്മസിനെ പറ്റി നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ ചിന്തകൾ പെട്ടെന്ന് കടന്നു വരുന്നതാണ്. വളരെ മനോഹരമായ നക്ഷത്രവിളക്ക്, വീടിൻ്റെ മുൻപിൽ നമ്മൾ ഒരുക്കുന്ന പുൽക്കൂടുകള്, വീട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരു വൃക്ഷം മനോഹരമാക്കി നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് ഒരുക്കുകയും ഉണ്ണീശോയ്ക്ക് വേണ്ടി പിറക്കുവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പീഠമൊരുക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഉണ്ണീശോയെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന, പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന കുടുംബാംഗങ്ങളും, ഈശോയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ തിരുസ്വരൂപത്തെ വളരെയേറെ ഭക്തിയാദരങ്ങളോടുകൂടി സ്വീകരിച്ച് അതിനെ മുത്തുകയും നമ്മുടെ നേർച്ച കാഴ്ചകൾ ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുകയും തുടർന്ന് സാന്താക്ലോസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ വെച്ച് മനോഹരമായ കരോൾ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ തിരുനാൾ ക്രിസ്മസിനെ വരവേൽക്കുകയും ചെയ്യുന്ന ആ പുണ്യ ഓർമ്മയാണല്ലോ നമ്മുടെ മനസ്സിൽ ക്രിസ്മസിലേക്ക് എന്നുള്ളതുകൊണ്ട് കടന്നു വരിക. ദേവാലയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടും, രാത്രിയിലെ വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും, അതിനുശേഷം നടക്കുന്ന പ്രദക്ഷിണവുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനെ പറ്റി ഒത്തിരിയേറെ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന് മംഗളവാർത്തയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ വന്ന് അറിയിക്കുന്ന മംഗളവാർത്ത. മംഗളവാർത്തയില് ദൈവദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് അഭിസംബോധനയോടുകൂടി ആരംഭിക്കുന്ന ആ മംഗളവാർത്തയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന പ്രത്യുത്തരം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നുള്ളതാണ്. അമ്മ ദൈവത്തിന്റെ ആ ഒരു വലിയ ആഗ്രഹത്തിന്, സൃഷ്ടിയായ മനുഷ്യന്റെ സഹകരണം എന്നും ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രന്റെ ജന്മമെടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പിതാവായ ദൈവം ചോദിക്കുന്നത്. ഇന്നും ദൈവത്തിന്റെ ആ ഒരു ചോദ്യം നമ്മുടെ മുൻപില് ഓരോ ഭവനങ്ങളില്, ഓരോ വ്യക്തികളില് അവരുടെ ഹൃദയ കവാടത്തിൽ വന്ന് ചോദിക്കുകയാണ്. നമ്മുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ സഹനങ്ങളും വേദനകളും ഒക്കെയായി നമ്മുടെ വീടുകള് അടച്ചുപൂട്ടുന്നത് പോലെ നമ്മുടെ ഹൃദയ കവാടങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി തുറക്കുവാൻ ഈ ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈശോ നമ്മുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയ കവാടങ്ങൾ നമുക്ക് തുറക്കാം. ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിക്കല് ഒരു പാവപ്പെട്ട കുശവൻ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി അത് വിൽക്കുവാനായിട്ട് നാടാകെ ചുറ്റി നടക്കുകയാണ്. ഒത്തിരി അലഞ്ഞു ആ മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ആ കളിമൺ പ്രതിമ വിൽക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം തളർന്ന് അവശനായി അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയുടെ കുടിലിന്റെ സമീപം അദ്ദേഹത്തിന് ചെല്ലുവാൻ ഇടവന്നു. ഒരല്പം ദാഹജലത്തിന് വേണ്ടിയിട്ട് ആ ഭവനത്തിൽ ചെല്ലുകയാണ്. ആ വൃദ്ധയായ ആ വീട്ടിലെ അമ്മച്ചി അദ്ദേഹത്തിന് ആവശ്യമായ കുടിവെള്ളം കൊടുത്തു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ചോദിച്ചറിഞ്ഞു. ആ വല്യമ്മച്ചിക്ക് ഈ കുശവനോട് വളരെ സഹതാപം തോന്നുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പ്രതിമ, കളിമൺ പ്രതിമ വാങ്ങിക്കുകയും ചെയ്തു. കൊച്ചുകുടില എങ്കിലും ആ വല്യമ്മ കൊണ്ടുപോയി ആ കളിമൺ പ്രതിമ തന്റെ വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അന്ന് രാത്രിയില് ആ വീട്ടില് ഒരു വലിയ സംഭവം നടക്കുകയുണ്ടായി. വലിയ കോരിച്ചൊഴിയുന്ന മഴയായിരുന്നു അന്ന് രാത്രിയിൽ ആ പ്രദേശമാകെ. ആ വീട് മുഴുവൻ ചോർന്നൊലിക്കുകയായിരുന്നു. ചോർന്നൊലിച്ച ആ വീടിന്റെ മുകളിൽ നിന്ന് വീണ വെള്ളത്താല് കളിമൺ പ്രതിമ മുഴുവൻ നനഞ്ഞു. വല്യമ്മ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് കുടുംബത്തിലെ ആ മൂലയിൽ നിന്ന് വലിയൊരു പ്രകാശരശ്മി ആ വീട് മുഴുവൻ പരക്കുകയാണ്. വല്യമ്മയ്ക്ക് അത്ഭുതമായി ഇതെന്താണ് എന്നുള്ളത്. നോക്കിയപ്പോൾ കളിമൺ പ്രതിമ ഇരുന്ന ഭാഗത്ത് ഒരു സ്വർണ്ണ
പ്രതിമയുടെ ഒരു രൂപം ആ വല്യമ്മയ്ക്ക് ദൃശ്യമായി. വല്യമ്മയ്ക്ക് കാര്യം മനസ്സിലായി. താൻ വാങ്ങിയ ആ പ്രതിമയുടെ സ്ഥാനത്ത് അവിടെ ഒരു മനോഹരമായ സ്വർണത്തിൽ ആയിട്ടുള്ള പ്രതിമ. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വരുന്നത്. പരിശുദ്ധ അമ്മ ഇങ്ങനെ ദൈവപുത്രനാകുന്ന ഈശോയുമായിട്ട് ബേത്ലഹേമിലെ ഓരോ ഭവനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വാതിക്കൽ ചെന്ന് മുട്ടുകയാണ് യോസേപ്പ് പിതാവിനോട് കൂടെ. പക്ഷേ അത് ദൈവപുത്രനാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അമ്മയെ ഒഴിവാക്കുവാൻ അവര് പരിശ്രമിക്കുകയാണ്. എന്നാൽ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തില് അവിടെ സ്വർണത്തെക്കാൾ വിലപ്പെട്ടവനായ കർത്താവിന് ഭൂജാതനാകുവാനായിട്ട് ഇടം കൊടുക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കവാടങ്ങളുടെ അടുക്കല് തമ്പുരാൻ കടന്നു വന്നുകൊണ്ട് മുട്ടുമ്പോൾ നമുക്കും തമ്പുരാന് വേണ്ടിയിട്ട് പിറക്കുവാനായി ഇടം കൊടുക്കാം. ക്രിസ്തുമസ് ഈശോയ്ക്ക് ജനിക്കുവാനുള്ള ഇടങ്ങളായി തീരട്ടെ. അത് നമ്മുടെ ഹൃദയങ്ങളാകട്ടെ, നമ്മുടെ ഭവനങ്ങളാകട്ടെ, നമ്മുടെ നാടാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹപൂർവ്വം നേരുന്നു.